റസൂലുള്ള ജനിക്കുന്നതിൻ്റെ 1000 കൊല്ലം മുന്നേ തുബ്ബ രാജാവ് 4000 പണ്ഡിതന്മാരെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ യസ്രിബിലെ വെള്ളത്തടാകത്തിൻ്റെ അരികിലെത്തിയതും അവിടെ നിന്നു. ഇത് മുഹമ്മദ് നബി ഹിജ്റ വരുന്ന സ്ഥലമാണ് എന്ന് മനസ്സിലാക്കി അവര് റസൂലുള്ള വരുന്നതിനെയും പ്രതീക്ഷിച്ച് അവിടെ താമസിച്ചു. നബിയെ കാത്തിരിക്കുന്ന ജനതയ്ക്ക് തുബ്ബ രാജാവ് നട്ടുപിടിപ്പിച്ചതാണ് അജ്വ. ഇവര് ഈ ഈത്തപ്പനയുടെ മുകളിൽ കയറി മക്കയുടെ വഴിയിലേക്ക് നോക്കിയിരിക്കും. തങ്ങളെ പ്രതീക്ഷിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞ് 400 പണ്ഡിതന്മാരെയും അവരുടെ സമ്മതപ്രകാരം അവിടെ വിട്ടിട്ട് അവർക്കുള്ള ഭക്ഷണവും താമസ സൗകര്യവും ചെയ്തു കൊടുത്തിട്ട് തുബ്ബ രാജാവ് പോകുന്നതിന് മുമ്പ് ഒരു കത്തെഴുതി കൊടുക്കുന്നുണ്ട്. യാ റസൂലല്ലാ, അങ്ങയിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അങ്ങയുടെ കിതാബിലും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങയുടെ കാലം വരെ അള്ളാഹു എനിക്ക് ആയുസ് നീട്ടിത്തന്നാൽ ഞാൻ നിങ്ങളുടെ മന്ത്രിയാകും എന്ന്. ഈ കത്ത് ആ പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ പിൻഗാമികൾക്ക് കൈമാറണം എന്ന്. റസൂലുള്ള വരുമ്പോൾ കൊടുക്കാനായിട്ട് ആ കത്ത് തലമുറയായി കൈമാറി. ആ കത്ത് കൈവശം വെച്ച കുടുംബത്തിന് പിന്നെ ബനു നജ്ജാർ ഖബീല എന്ന പേരിൽ അറിയപ്പെട്ടു. ആ ഖബീലയിലെ നേതാവാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. തുബ്ബ രാജാവ് 1000 കൊല്ലം മുമ്പ് കെട്ടിക്കൊടുത്ത മണിമാളികയായ അബൂ അയ്യൂബിന്റെ വീട്ടിലാണ് റസൂലുള്ള മദീനയിലേക്ക് വന്നപ്പോൾ താമസിച്ചത്. ഈ കത്ത് പിന്നീട് ബനു നജ്ജാർ ഖബീലയിൽ നിന്ന് അബൂ ലൈല എന്നവരുടെ കയ്യിൽ വരുന്നുണ്ട്. അദ്ദേഹം മദീനയുടെ പുറത്തു വെച്ച് യാത്ര ചെയ്യുമ്പോൾ നബി അദ്ദേഹത്തെ കണ്ടുമുട്ടി. റസൂലുള്ള ചോദിച്ചു, കത്തെവിടെ എന്ന്. ഇദ്ദേഹത്തിന് ആദ്യം മനസ്സിലായില്ല. തുബ്ബ രാജാവ് എനിക്ക് തരാനുള്ള കത്തെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കത്തെടുത്തു കൊടുത്തു. 1000 കൊല്ലം മുമ്പ് സ്വർണമൊരുക്കിയിട്ട് ഒപ്പിട്ടത് അപ്പോഴും ആ കത്തിലുണ്ട്. 1000 കൊല്ലം മുന്നേ റസൂലുള്ളാനെ കാത്തു നിന്ന അതീന്നാണ് മദീന ഉണ്ടായത്. ഇവര് പട്ടിണിയിലാണെങ്കിലും നബിയുടെ കൂടെ വന്നവരെയും അവര് തിരഞ്ഞെടുത്തു. അവരെ കയ്യിലുള്ളതെല്ലാം കൊടുത്തു റസൂലുള്ളാക്ക് വേണ്ടി.